ഹായ്, ഇസ് മൈ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈഫ് ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. ഓണം 2025. അപ്പോൾ ഓണചിത്രങ്ങൾ തിയേറ്ററിൽ തകർത്തോടിക്കൊണ്ടിരിക്കുകയാണ്. ലോക ആയിക്കോട്ടെ, ഹൃദയപൂർവ്വം ആയിക്കോട്ടെ, തകർത്തോടുകയാണെന്ന് പറയാം. ലോക തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. നല്ലൊരു നിരവധി കാമിയോകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് ലോകയും. എന്നാൽ തൊട്ടുപുറകെ വലിയ വ്യത്യാസമില്ലാതെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വവും ലാലേട്ടൻ്റെ വിജയയാത്ര തുടരുന്നു. ഹൃദയപൂർവ്വവും ഒന്നിനൊന്നിന് മത്സരിച്ചുകൊണ്ട് ഓണചിത്രങ്ങളെ കളർഫുള്ളാക്കിയിരിക്കുന്നു. മലയാളികൾക്ക് ഓണം മികച്ചതാക്കുന്നുവെന്ന് തന്നെ പറയാം. അടുത്തായി ഓണമായിട്ടിപ്പോൾ തമിഴിൽ നിന്നൊരു ചിത്രമാണ് അടുത്തായിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. തിരുവോണ ദിനത്തിൽ സെപ്റ്റംബർ 5-നാണ് ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. ശിവാർത്തിയൻ നായകനാവുന്ന മദ്രാസി. AR മുരുദാസാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. മദ്രാസി അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് ശിവാർത്തിയൻ തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും ഒന്നിനൊന്നിന് വിജയങ്ങളാണ് തമിഴിൽ നേടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഒന്നിനൊന്നിന് നല്ല നല്ല സിനിമകളാണ് അദ്ദേഹം തന്നുകൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ തമിഴിലെ മുൻനിര നായകന്മാരിൽ ഇടം പിടിച്ച ശിവാർത്തിയൻ 13 വർഷം കൊണ്ട് തന്നെ വലിയൊരു അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിനെ നേടിയെടുത്തുകൊണ്ട് വിജയ്ക്ക് രജനി വിജയ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസിന് സപ്പോർട്ടുള്ളൊരു നടനായിട്ട് ഇദ്ദേഹം മാറിയിരിക്കുകയാണെന്ന് പറയാം. ആ ഒരു ലെവലിലുള്ളൊരു ഗ്രോത്ത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന് ഇത്രമേൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്നത്. പിന്നെ മറ്റൊരു കാരണം AR മുരുദാസാണ്. എന്താണെന്നറിയില്ല, ഒരു കാലത്ത് തമിഴിലെ മുൻനിര ഡയറക്ടർമാരെല്ലാം കലക്കിക്കൊണ്ടിരുന്ന ആ ഒരു കോളിവുഡിൽ ഇപ്പോൾ മുൻനിര ഡയറക്ടർമാർക്കെല്ലാം ഒരു കഷ്ടകാലമാണെന്ന് തോന്നുന്നു. ശങ്കർ ആയിക്കോട്ടെ, മണിരത്നം ആയിക്കോട്ടെ, ഹരി ആയിക്കോട്ടെ, എല്ലാവർക്കും മുരുദാസിനും കാലിടറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ചിത്രത്തിലൂടെ അദ്ദേഹം തിരിച്ചു വരുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തന്നെ. മുരുദാസിൻ്റെ മുൻകാല ചിത്രങ്ങൾ തുപ്പാക്കി ആയിക്കോട്ടെ, കത്തി ആയിക്കോട്ടെ, ഗജനി ആയിക്കോട്ടെ, ദീന ആയിക്കോട്ടെ, രമണ ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്നിന് മികച്ചതായിരുന്നു. 7ാം റിവോൾസോ എല്ലാം ഒന്നിനൊന്നിന് മികച്ച ചിത്രങ്ങളായിരുന്നു. നല്ല സ്ക്രീൻ പ്ലേ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നല്ല ടൈറ്റ് സ്ക്രീൻ പ്ലേ ആയിരിക്കും, എൻകേജ്ഡ് സ്ക്രീൻ പ്ലേ ആയിരിക്കും. ആ ഒരു മുരുദാസ് തിരിച്ചു വരുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും വിട്ടുനോക്കുന്നത്. പിന്നെ ശിവാർത്തിയനായതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ഷൻ ആയിരിക്കും. അദ്ദേഹം ഏതായാലും മോശം സിനിമയ്ക്ക് അദ്ദേഹം കൊണ്ട് തലവെച്ച് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മുരുദാസിൻ്റെ ഒരു കമ്പാക്ക് ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. കാത്തിരുന്ന് കാണാം. അതോടൊപ്പം അനിരുദ്ധിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി പാട്ടുകളൊക്കെ ഹിറ്റായി കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഡാൻസും ശിവാർത്തിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ പ്രീ റിലീസ് ഇവൻറ്റിൽ ശിവാർത്തിയും കൊച്ചിയിൽ വന്നപ്പോഴുള്ള ക്രൗഡും കാര്യങ്ങളൊക്കെ കണ്ടതാണ് ലുലുമാളിൽ. അദ്ദേഹത്തിന് കേരളത്തിലും നല്ലൊരു സപ്പോർട്ട് കിട്ടി തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷേ ഗോട്ടിന് ശേഷം ഗോട്ടിൽ ആ തുപ്പാക്കി വിജയ് അദ്ദേഹത്തിന് കൈമാറിയതിന് ശേഷം അദ്ദേഹത്തിന് ഇപ്പോൾ നല്ല കാലമാണെന്നാണ് തോന്നുന്നത്. അതിനുശേഷം വന്ന അമരൻ വലിയ ഹിറ്റായി. അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം 300 കോടിയിലധികമാണ് അമരൻ നേടിയത്. അതിനുശേഷം റിലീസാവുന്നൊരു ചിത്രമാണ് മദ്രാസി. അമരൻ കേരളത്തിലും നല്ലൊരു വിജയം നേടിയിരുന്നു. അപ്പോൾ തുടർച്ചയായ ഹിറ്റുകൾ സമ്മാനിക്കുന്ന ശിവകാർത്തികേയനും പണ്ട് തുടർച്ചയായി ഹിറ്റുകൾ സമ്മാനിച്ച മുരുകദാസിനെ ശിവകാർത്തികേയൻ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് തന്നെ. മദ്രാസി ഓണം റിലീസായിട്ട് തിയേറ്ററിലേക്ക് എത്തും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.